എറണാകുളം പാര്യത്തുകാവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട അഭിഭാഷക കമ്മീഷൻ ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയേക്കും. കോടതി നടപടികളുമായി പോലീസ് സഹകരിക്കുന്നില്ല എന്ന റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം. നിതിൻ സേവ്യർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. നിതിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വൻ പോലീസ് സന്നാഹവുമായി ഇന്നലെ തന്നെ അഭിഭാഷക കമ്മീഷൻ ഉത്തരവ് നടപ്പിലാക്കാൻ അവിടെ എത്തിയിരുന്നു. പക്ഷേ വലിയ സംഘർഷാവസ്ഥയാണ് ഉണ്ടായത്, നമ്മളത് കണ്ടതാണ്. പിന്നീട് ആഭ്യന്തരമന്ത്രി ഇത് നിർത്തിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. അപ്പോൾ ഇന്ന് എന്താണ് സംഭവിക്കാൻ സാധ്യത? ഗുഡ് മോർണിംഗ് ശ്രീഹാസ്, ശ്രുതി. ഏതായാലും കഴിഞ്ഞ ദിവസം വലിയ സംഘർഷാവസ്ഥയിലേക്ക് പാര്യത്തുകാവ് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. നേരത്തെ പലതവണ ഇത്തരത്തിൽ അഭിഭാഷക കമ്മീഷൻ പോലീസ് സന്നാഹവുമായി പാര്യത്തുകാവിൽ കുടിയൊഴിപ്പിക്കാനായി എത്തിയിരുന്നെങ്കിലും അന്നൊന്നും ഇത്ര വലിയ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമില്ലായിരുന്നു. അന്നൊക്കെ നാട്ടുകാർ പ്രതിഷേധിക്കുമ്പോൾ പോലീസ് ഒന്നും ചെയ്യാനാകില്ല, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാനാവില്ല എന്ന് അഭിഭാഷക കമ്മീഷനെ അറിയിക്കുന്നു. പിന്നീട് അഭിഭാഷക കമ്മീഷൻ അത് കോടതിയെ പോലീസ് ഉത്തരവ് പാലിക്കാൻ നടപടിയെടുക്കുന്നില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കോടതിയെ അറിയിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലെ അങ്ങനെ ഒരു കാഴ്ചയല്ല നമ്മൾ കണ്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പോലീസ് ബലം പ്രയോഗിച്ച് വീടുകളിൽ നോട്ടീസ് ഒട്ടിക്കാൻ ശ്രമിക്കുന്നു. കുട്ടികളെയും പ്രായമായവരെയും സ്ത്രീകളെ അടക്കമുള്ളവർക്ക് നേരെ അതിക്രമം അഴിച്ചുവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പലർക്കും പരിക്കേൽക്കുകയൊക്കെ ചെയ്യുന്നു. തുടർന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഇടപെടുകയും അടിയന്തരമായി തന്നെ ഈ നടപടികൾ നിർത്തിവെക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ അപ്പോഴും അഭിഭാഷക കമ്മീഷൻ പറയുന്നത് തനിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം DGP-യിൽ നിന്ന് ലഭിച്ചിട്ടില്ല, ആഭ്യന്തര മന്ത്രിക്ക് അത്തരത്തിൽ ഇടപെടാനാകില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് നിലവിൽ അഭിഭാഷക കമ്മീഷനുള്ളത്. കോടതി ഉത്തരവ് പാലിക്കാനാണ് താൻ എത്തിയത്. അതെന്ത് എത്ര കടുത്തതായാലും ആ കോടതി ഉത്തരവ് താൻ പാലിക്കും, അതിന് വീണ്ടും വരുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഏതായാലും കോടതിയെ നിലവിൽ ഈ സ്ഥിതിഗതികൾ അറിയിക്കും, അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. ഒരുപക്ഷെ നേരത്തെയും ഇത്തരത്തിൽ പലതവണ 2023 വരെ ഇത് 15ാമത്തെ തവണയാണ് പാര്യത്തുകാവിൽ കുടിയൊഴിപ്പിക്കാനായി എത്തുന്നത്. 8 കുടുംബങ്ങളാണ് പാര്യത്തുകാവിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നത്. 150-ലേറെ വർഷമായി തങ്ങൾ അവിടെ തന്നെ താമസിക്കുന്നവരാണെന്നാണ് അവർ പറയുന്നത്. 58 വർഷമായി ഈ കേസ് പോകുന്നു. ഒടുവിൽ പരാതിക്കാരന് അനുകൂലമായി സുപ്രീം കോടതി വരെ വിധി വരികയും തുടർന്നാണ് ഇത്തരത്തിൽ അഭിഭാഷക കമ്മീഷനെ ഭൂമി ഏറ്റെടുക്കാൻ നിയമിക്കുകയും ചെയ്തത്. പക്ഷേ നാട്ടുകാരുടെയും ഒപ്പം തന്നെ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം അത് വലിയ തോതിൽ അഭിഭാഷക കമ്മീഷനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഏതായാലും അവിടുത്തെ സ്ഥിതിഗതികൾ കോടതിയിൽ അഭിഭാഷക കമ്മീഷനെ അറിയിക്കും, അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കുക. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.